അയ്യൂബ് മൗലവിയും നമ്മുടെ ജബ്ബാർ മാഷും തമ്മിലുള്ള ചർച്ചയല്ല, സംവാദം. കുറേ ദിവസമായിട്ട് ഇതിങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ. ഇപ്പോൾ സംവാദം ഏതാണ്ട് പ്രാക്ടിക്കലായി. ഭയങ്കര സംവാദമായിരുന്നു ഇന്നലെ. ഞാൻ ഇന്നലെ കുറേ ലേറ്റായിട്ടാണ് ഇത് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് നമ്മുടെ ഗ്രൂപ്പിലൊരു ഡിസ്കഷൻ വന്നത്. അനിൽ മുഹമ്മദിൻ്റെ ഒരു വീഡിയോ കൊണ്ടുവന്നിട്ടു. അയ്യോ, അനിൽ മുഹമ്മദിന് വേണ്ടിയിട്ടാണ് ഒരുമാതിരി അളിഞ്ഞ ചിരി. എടാ, നീ ഇങ്ങനെ അളിഞ്ഞ ചിരി ചിരിച്ചതിന് ശേഷം പിന്നെ ഒരാൾ വന്ന് അതിൻ്റെ താഴെ കുറേ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. വലിയ ബൃഹത്തായ നോട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഈ ഒരു സംവാദത്തിൽ ജബ്ബാർ മാഷിനെ നമ്മൾ തോറ്റതായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ജബ്ബാർ മാഷ് കളിയാക്കലുകളും അവഹേളനത്തിലും കൂടി അധിക്ഷേപിച്ചിരിക്കുന്നു. ഓഫ് കോഴ്സ് നിങ്ങൾ സംവാദം എന്ന രൂപേണ അങ്ങോട്ട് ചെന്ന് കയറുമ്പം നിങ്ങൾ ഭയങ്കരമായി കണക്കാക്കി വെച്ചിരിക്കുന്ന അത്രയും ദിവ്യ തേജസ്സുള്ളൊരു വ്യക്തിയെ അറുമാദിക്കുമെന്നുള്ള ചെറിയ ബോധമെങ്കിലും നിങ്ങൾക്ക് വേണ്ടായി. ഞാനിപ്പോഴും എനിക്ക് ഇസ്ലാം മതവിശ്വാസികളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, മതവിശ്വാസികളോടാണ്. ദയവേത് ഇത്തരം സംവാദങ്ങൾക്ക് പോവാതിരിക്കാം. വിമർശനം കേൾക്കാൻ നിങ്ങളെ കൊണ്ട് അതിനുള്ള സഹിഷ്ണുത നിങ്ങൾക്കില്ല. പിന്നെ ഇതിനകത്ത് രണ്ടു കൂട്ടരും പറഞ്ഞ കുറേയധികം കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ളതിൽ അയ്യൂബ് മൗലവി എന്ന വ്യക്തി മുൻപ് മൗലവിയായിരുന്നു. അതായത് ഖുർആനൊക്കെ പഠിച്ചിട്ട് ലക്കും ദീനുക്കും വലിയ ദീന് സറായും സുറായും ഒക്കെ പറയുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിക്ക് യുക്തിവാദം പെട്ടെന്ന് തലയിൽ കയറി. പുള്ളി യുക്തിവാദിയായി മാറി ഇവർക്കൊപ്പം വന്നു, ജബ്ബാർ മാഷിൻ്റെയൊക്കെ ഒപ്പം വന്നു. അതും വലിയ ആഘോഷമായിട്ട് ഏറ്റെടുത്തു. അദ്ദേഹത്തിനെ കൊണ്ടു നടന്നു, ആഘോഷമായി. പക്ഷെ എന്തു പറയാം, ഭാര്യയ്ക്കോ കുട്ടികൾക്കോ ഒക്കെ അസുഖം വന്നു. 2 ഭാര്യമാരുണ്ടെന്നാണ് അറിയുമോ, 2 3 കറക്റ്റ് അറിയത്തില്ല. ഏതായാലും ഇസ്ലാമിൻ്റെ പാതയല്ലയോ, അതങ്ങനെ പിന്തുടരണമല്ലോ. ഇതിൽ കുറച്ച് ദാരിദ്ര്യം വന്നു. പുള്ളിക്ക് തൊഴിലിടങ്ങളിലും ഒരുപാട് രീതിയിൽ കഷ്ടപ്പാട്, ജോലിയില്ല. അത് സ്വാഭാവികമാണ്. ഇസ്ലാമിയർ തങ്ങൾക്കൊപ്പം നിൽക്കുന്നവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് അങ്ങ് കൊണ്ടെത്തിക്കും. തങ്ങൾക്കെതിരെ ഒരു വാക്ക് പറഞ്ഞാൽ അവരെ തീർക്കുക എന്നൊരൊറ്റ മനോഭാവമാണ്. ലിറ്ററലി കൊന്നുകളയുക. എങ്ങനെയെന്നറിയാമോ? ആദ്യം അവരുടെ ഈ സാമ്പത്തിക അടിസ്ഥാനം മനസ്സിലാക്കും. ഹൗ ദേ ആർ ഏണിങ് മണി, അത് കട്ട് ചെയ്യും ആദ്യം. 2 അവരുടെ ബന്ധുമിത്രാദികളെ കട്ട് ചെയ്യും. 3 സോഷ്യൽ, അതിൽ നിന്ന് അവരെ കട്ട് ചെയ്യും. സ്ലോലി ദേ വിൽ കമ്മിറ്റ് സൂയിസൈഡ്. ധൈര്യമുള്ളവർ ജീവിക്കും, അല്ലാത്തൊരു കമ്മിറ്റ് സൂയിസൈഡ്. അതാണ് ഇവരുടെ ഒരു ലക്ഷ്യം. അവരങ്ങനെ ചെയ്യുള്ളൂ. അതാണ് അവരുടെ ഒരു രീതി. ഇത് തന്നെ അയ്യൂബിൻ്റെ അടുത്തും കാണിച്ചിരുന്നു. പുള്ളിക്ക് മനസ്സിലായി യുക്തിവാദികളോട് നിന്നാൽ കടം വാങ്ങി ഊപ്പാടഞ്ചും വരും. അതിനേക്കാൾ നല്ലത് യുക്തിവാദം മറന്നിട്ട് അങ്ങ് തിരിച്ചു കയറാണ്. പുള്ളി അങ്ങോട്ട് തിരിച്ചു കയറി. അവിടെ ചെന്നപ്പോൾ എന്താ പ്രശ്നം? അവിടെ നിൽക്കണമെങ്കിൽ യുക്തിവാദം തലയിൽ നിന്ന് പോയി എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്തണം. പുള്ളി അതിന് ഉള്ള ഒരു ചെറിയ ശ്രമമാണ് ഇതിലൂടെ നടത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ബാക്കിയുള്ളവർ ഇതെടുത്ത് വെച്ച് അറുമാദിക്കുന്നത്. അയ്യൂബിനെ കളിയാക്കാൻ വരുന്നവരോട് പറയണം, അയാളുടെ സ്ഥിതിയും കൂടെ ആലോചിക്കും. അയാൾക്ക് ഇവിടെയില്ല അവിടെയില്ല 2 വെള്ളത്തിൽ കാലു കെട്ടിയ അവസ്ഥയാണ്. പുള്ളിക്ക് ഇത് തെളിയിച്ചേ മതിയാവുള്ളൂ. അതുകൊണ്ടാണ് പല ചോദ്യങ്ങളും തപ്പപ്പപ്പ എന്നുള്ള വർത്തമാനം പറഞ്ഞത്. ഇതിലൊരു പെൺകുട്ടി എഴുന്നേറ്റെന്ന് ചോദ്യം ചോദിച്ചു. ജസ്ലാം ആടശ്ശേരിയാണ്. ജസ്ല തന്നെ ഒരു ഉദാഹരണമായിട്ട് എടുക്കുക. ഈ അവഹേളനം എന്ന് പറയുന്ന അവഹേളനമാണ് ജബ്ബാർ മാഷ് നടത്തിയതെന്ന് പറയുന്ന വ്യക്തിയോട് എൻ്റെ ചോദ്യമാണ്, നിങ്ങൾ ജസ്ലയോട് എന്താ ചെയ്തത്? ജസ്ല ഈശ്വരവിശ്വാസിയല്ലായിരുന്നു, മതവിശ്വാസിയല്ലായിരുന്നു, തലേന്ന് തട്ടമറങ്ങാത്ത പെണ്ണല്ലായിരുന്നു. അവൾ ഒരു ഫ്ലാഷ് മോബ് കളിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ട് അതിനെ യുക്തിവാദിയാക്കി കൊണ്ട് നിർത്തി. നിങ്ങൾ യുക്തിവാദത്തിലേക്ക് എത്തിച്ച കൊച്ചിനെ. ആരാണ് നിങ്ങളുടെ ശത്രു? നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ശത്രു. മെജോറിറ്റി ഫേസ്ബുക്ക് കമൻ്റ് എടുത്തു നോക്കുക. അയ്യോ, അമ്മാച്ചന്മാരുടെ നിലവിളിയാണ് മെയിനായിട്ട് ഈ കൂട്ടങ്ങളാണ്. നിങ്ങളുടെ ഇസ്ലാം ഇതാണോ പഠിപ്പിക്കുന്നത് സ്ത്രീകളെ അവഹേളിക്കാൻ? നിങ്ങളുടെ ഇസ്ലാം ഇതാണോ പറഞ്ഞു തരുന്നത്? നിങ്ങളുടെ വീട്ടിലുള്ള അമ്മയെ ഉൾപ്പെടെ റെസ്പെക്റ്റ് ചെയ്യാനല്ലേ പറയണം? അമ്മയുടെ കാൽപാദങ്ങൾക്കടിയിൽ നിന്റെ സുവർഗം എന്ന് പറയുന്ന നിങ്ങളാണോ സ്ത്രീകളെ ഒന്നടങ്ങ് അധിക്ഷേപിക്കുന്നത്? നിങ്ങൾ ഒരു പെണ്ണിനെ തെറി വിളിക്കുമ്പോൾ ആ പെണ്ണ് ആരുടെ അമ്മയാണെന്നുള്ള ഒരു ബോധം ഇല്ലയോ? നിങ്ങൾ ആ പെണ്ണിനെ ഈ മോശം പറയുമ്പോൾ നാളെ നിങ്ങൾക്ക് ഇതേ തന്നെയല്ലേ മറുപടി കിട്ടുക എന്നുള്ളൊരു ചെറിയ ബോധം വേണ്ടായോ? സ്ത്രീകളെ അവഹേളിക്കുന്നതിൽ നമ്പർ 1 ആണ് നിങ്ങൾ. പറയണത് എന്തുവാണ്? ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണ്, ഇസ്ലാം സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ ജയിലിൽ കിടക്കുന്ന ഇസ്ലാം വംശജരാണ്, ഇസ്ലാമിയരെയാണ് ഇവിടെ എല്ലാവർക്കും ശത്രുവായിട്ട് പോലും കൺസിഡർ ചെയ്യുന്നത്. ന്യൂനപക്ഷം എന്ന ഒരൊറ്റ പ്രിവിലേജ് കൊണ്ട് നിങ്ങൾ കാണിക്കുന്നത് എന്താണ്? അല്ലാഹു അക്ബർ എന്ന് നടുറോട്ടി നിങ്ങൾ വിളിച്ചെന്ന് വയ്ക്കാം. പടച്ചോനെ പേടിച്ചിട്ടാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും നിങ്ങളെ തൊഴുവോ? ഇല്ല, എല്ലാവരും 4 ദിക്കിൽ ഓടും. കാരണം ബോംബ് വയ്ക്കുന്നവന്മാരാണ് ഇങ്ങനെ വിളിക്കണേന്ന് ഒരു ഇതുണ്ട്. മുഹമ്മദ് എന്ന പേരുണ്ടോ, താടിയും കൂടെ ഉണ്ടോ, എയർപെട്ടി ഡബിൾ ചെക്ക. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? കരിപ്പൂരിൽ കൂടെ വരുന്ന സർവ്വ കള്ളക്കടത്തിലും മെയിനായിട്ട് നിൽക്കുന്ന ആണും പെണ്ണുമായിട്ട് ഈ മതവിഭാഗത്തിലാണ്. നിങ്ങളിതാണോ മതം പഠിപ്പിച്ചത്? ഇതിനെയാണോ നിങ്ങൾ മതം എന്ന് പറയുന്നത്?
ഇസ്ലാമിൽ നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നത് ഇൻട്രസ്റ്റ് വാങ്ങരുത്, കൊടുക്കരുതെന്ന്. വാങ്ങുകയും ചെയ്തു, കൊടുക്കുകയും ചെയ്തു. മാതൃഭോഗത്തിന് തുല്യമാണ്. ഇതിപ്പോൾ പെണ്ണുങ്ങൾ മാതൃഭോഗം എങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ആണും പെണ്ണും കാറും വണ്ടിയും വള്ളവും ഒക്കെ വാങ്ങിക്കുന്ന ലോണിലല്ലേ, അത് ഇൻട്രസ്റ്റ് തന്നെയല്ലേ? ആ ഇൻട്രസ്റ്റ് അല്ലേ അങ്ങോട്ട് കൊടുക്കുന്നത്? ഒരു അത്യാവശ്യം നിങ്ങൾ ഒരു ലോൺ എടുക്കുന്നു, അത് ഇൻട്രസ്റ്റ് കൊടുപ്പാ? അറിയില്ല. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ മതവിശ്വാസിയാണോ? ഉമിനീര് പോലും ഇറക്കാതെ നൊയമ്പ് പിടിക്കുന്നു. നൊയമ്പ് പിടിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഒരു കൊല്ലത്തിലുടനീളം മനുഷ്യൻ തീർന്ന് അറുമാഴ്ച നടക്കുന്നിടത്ത് ഒരു മാസം ഒന്ന് വയറ്റിന് റെസ്റ്റ് കൊടുക്കുക, അത് നല്ലൊരു ഫിസിക്കൽ പരിപാടിയാണ്. ബയോളജിക്കലി അത് ഓക്കെയാണ്. നിങ്ങളെന്താ കാട്ടണേ? രാത്രി മുഴുക്ക തിന്ന് കുടിച്ചിരിക്കും, പകല് മുഴുക്ക കിടന്നുറങ്ങും. ഇതിനാണ് നിങ്ങൾ നോയമ്പെന്ന പേരങ്ങോട്ട് ചെല്ലപ്പേരിടുന്നത്. ഇങ്ങനെ ഓരോ വിഷയങ്ങളുണ്ട്, ഒരു വിഷയമൊന്നുമല്ല. ഏറ്റവും കൂടുതൽ അച്ഛനില്ലാത്ത മക്കളെ വളർത്തുന്നത് ആരാണ്? വഖഫ് ബോർഡ് എന്തിനാണ്? വഖഫ് ബോർഡിൻ്റെ പണം നമ്മളാ കൊടുക്കുന്ന ടാക്സ് പേയ്മെൻറ്റ്. ഇന്ത്യയിലുള്ള ഓരോ മനുഷ്യരും കൊടുക്കുന്നുണ്ട് ടാക്സ്. ആ പൈസ എടുത്തു വെച്ച് വഖഫ് ബോർഡിലുള്ള പിള്ളേർക്ക് കൊടുക്കുന്നു. വഖഫ് ബോർഡിൽ എന്താ ഉണ്ടാക്കിയെന്നറിയാം? വഖഫ് ബോർഡ് എന്തിനാണെന്ന് അറിയാം? അച്ഛനില്ലാത്ത മക്കൾക്ക് ചെലവിന് കൊടുക്കാനുള്ള സാധന. ഇസ്ലാം മത വിശ്വാസികളുടെ പെണ്ണുങ്ങളുടെ അച്ഛനില്ലാത്ത മക്കൾക്ക് ചെലവിന് കൊടുക്കാനുള്ള ഏരിയ അത്. വേറെ ഏതിനകത്തുണ്ട് ഇങ്ങനെ ഒരു സംഗതി? ഇതിൽ കൂടുതൽ വ്യക്തമായി ഇതിനെപ്പറ്റി ഒരു അനലൈസേഷൻ പറയാനാകത്തില്ല. വസ്തുതകൾ പറയുന്നതിന് പകരം മതത്തിനെ എടുത്തു വെച്ച് അർമാദിക്കുന്ന ഈ യുക്തിവാദികളോട് എനിക്ക് യോജിപ്പില്ല. മതത്തിനെ പറയാതെ ഇത് പറയാൻ പറ്റില്ല എന്നുള്ള അവരുടെ വാദവും ഒരു കണക്കിന് ശരിയാണ്. മതത്തിനെ പറഞ്ഞാൽ മാത്രമേ ഇതിനെപ്പറ്റി ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. കളിയാക്കലുകൾ വരുന്നിടത്ത് നിങ്ങൾക്ക് ആ കളിയാക്കലുകൾ വേദന ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ ശക്തി അല്ലെങ്കിൽ സത്യമാണ് എന്ന് മനസ്സിലാവുക. വലിയ സത്യമാണ് അവർ പറയുന്നത്. എന്താ തെറ്റ്? അന്നത്തെ സാമൂഹിക വ്യവസ്ഥയിൽ നവോത്ഥാന നായകൻ തന്നെയാണ് മുഹമ്മദ് നബി, തർക്കമേ വേണ്ട. അന്നത്തെ കാലഘട്ടത്തിൽ നിയമവ്യവസ്ഥയിലും ഒക്കെ പുള്ളിക്കാരൻ കൊണ്ടുവന്ന കാര്യങ്ങൾ വളരെ ഇതാണ്. അത് ഈ മൗലവി പറഞ്ഞത് കറക്റ്റാണ്. അയ്യൂബ് മൗലവി പറഞ്ഞത് കൃത്യമാണ്. ആ സമയത്ത് അങ്ങനെ തന്നെയാണ്. അന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് എന്തോ പരിഗണന കുറവുണ്ടെന്ന് പറയുന്നത് എനിക്കത് വിശ്വാസമില്ല. ഖദീജ അല്ലായിരുന്നോ ഏറ്റവും റിച്ചസ്റ്റ് ലേഡി? അവർക്ക് 42 വയസ്സിൽ 22 വയസ്സുകാരനെ പ്രണയിക്കാനും കല്യാണം കഴിക്കാനും ഉള്ള ഒരു പവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരത്രയും പവർഫുൾ ലേഡി എന്നല്ലേ എൻ്റെ അർത്ഥം. പിന്നെയുള്ള വിവാഹങ്ങൾ, അത് ഒരാൾ 28 വർഷം വരെ ഒരു സ്ത്രീക്കൊപ്പം ജീവിക്കുന്ന ആ സ്ത്രീ മരണശേഷം പിന്നെ സ്ത്രീലമ്പടനെ പോലെ പെരുമാറുന്നുണ്ടെങ്കിൽ അത് ആരുടെ കെടുകാര്യസ്ഥത? ആർക്കുണ്ടായി ആ ബോധമൊക്കെ? പിന്നെ ജബ്ബാർ മാഷ് കുറേ അധികം കാര്യങ്ങൾ പറയുന്നു. മുഹമ്മദ് നബി അങ്ങനെ ചെയ്തു, മുഹമ്മദ് നബിയുടെ തലയിലുണ്ടായ ഇതാണ് ഇതെന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും പുള്ളി പറയുന്ന ചില പോയിന്റ്സ് കറക്റ്റല്ലേ? ചിന്തിച്ചാൽ മനസ്സിലാകത്തില്ലേ? നിങ്ങൾക്ക് ആ ചിന്താധാര വരുന്നതിന് പകരം ഈ ഒരു സ്പെസിഫിക് വിഷയത്തിൽ അങ്ങോട്ട് ഫൈറ്റിനായിട്ട് ഇറങ്ങി നിൽക്കുകയും അനിൽ മുഹമ്മദിനെ പോലുള്ളവർ ഇരുന്നുകൊണ്ട് പ്രാകൃത ചിരിച്ചിട്ട് ഇതിന് സപ്പോർട്ട് ഇടുകയും ചെയ്യുമ്പോൾ അതിനെ നിങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന എന്തടിസ്ഥാനത്തിലാണ്? നാണം കെട്ട് നശകൊശയായി അയ്യൂബ് മൗലവി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ പറയണത് എന്താണ്? നശകൊശയായതിൽ അങ്ങേരാണ്. പിന്നെ ഇങ്ങനെ ഒരു വലിയ കമൻറ്റിൻ്റെ ആവശ്യം എന്തുവാ? അതിനകത്ത് കൃത്യമായിട്ട് എഴുതി അവഹേളിച്ചു. അവഹേളനങ്ങൾ മാത്രമല്ലേ അതിനകത്തുള്ളൂ. ശരീഅത്തിൽ പറയുന്ന കാര്യങ്ങൾ, ശരീഅത്ത് നിയമം അനുസരിച്ചിട്ടുള്ള കഥകൾ പലതും മാറ്റപ്പെടുകയും മാറ്റി എഴുതപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സൗദിയിൽ പോലും സ്ത്രീകൾ പുറത്തിറങ്ങേണ്ടെന്ന് പറഞ്ഞാൽ അവളുമാരുടെ അടുത്ത് ഇപ്പം ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പറയുന്നുണ്ട്. എത്രയോ പേര് ആക്റ്റീവായി ഇതിനകത്തുണ്ട്. തലേ തട്ടമിടാത്ത ഒരു ഷേക്കിണിയുള്ളത് ദുബായിക്കാണ്. ഇസ്ലാം രാജ്യം തന്നെയല്ലേ? അദ്ദേഹം മിശ്രവിവാഹിതനാണ്. മറ്റൊരു പിന്നെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചാൽ അവരെ വ്യഭിചാരികൾ എന്നാണ് ഇവിടെ പബ്ലിക്കായിട്ട് ഇന്നലെ മുനീറിനെതിരെ പറഞ്ഞത്. പേര് കറക്റ്റ് അല്ല, നമ്മുടെ പിണറായി വിജയൻ്റെ മരുമോനെ പറ്റി പറഞ്ഞത്. വ്യഭിചാരിയെ കല്യാണം കഴിച്ചു. അപ്പം പിന്നെ ദുബായ് ഷേക്ക് വ്യഭിചാരിയാണോ? കലിമ ചൊല്ലി ചേർക്കണമായിരിക്കും അല്ലേ? എന്നാലേ വെക്കുള്ളൂ. അങ്ങനെയല്ല. അവരിപ്പോഴും അവരുടെ മതവും കൊണ്ട് നടക്കുകയാണ്, ഇവരെ മതവും കൊണ്ട് നടക്കുകയാണ്. അവിടെയൊക്കെ വന്ന ഡെവലപ്മെൻറ്റ്സ് ആ രാജ്യത്താണ് ഇതിൻ്റെ ഉത്ഭവം. ഇങ്ങോട്ട് വന്നപ്പോൾ ഫോളോ അപ്പ് ചെയ്ത് എല്ലാവരും കൂടെ കൊണ്ടെടുത്തു എന്നതിനപ്പുറം ഇല്ല. ഒരു വസ്തുതയുമില്ലാത്ത, ഒരു ബേസുമില്ലാത്ത കുറേയധികം സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുകയും അതിനെ മൂട് താങ്ങിക്കൊണ്ട് കുറേ എണ്ണം നടക്കുകയും ചെയ്യുമ്പോൾ ഒന്നും പറയാനില്ല. ഇങ്ങനെ ഒരുപാട് പെൺകുട്ടികൾ നശിപ്പിക്കപ്പെടുകയും കുഞ്ഞുങ്ങളെ കൊടുത്ത ശേഷം ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ആ പെൺകുട്ടികൾ നിവർത്തികളുടെ പാരമ്യതയിൽ പട്ടിണി മാറ്റാൻ വേണ്ടി കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഇവർക്ക് ഇട്ടുകൊടുക്കും എത്തിങ്ങാനയിൽ. അതിൽ
ആ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഏറ്റവും വൃത്തികെട്ട രീതിയിലുള്ള ഈ സംഗതി കുറേ എണ്ണൊക്കെ ബോധത്തോടെ ഇറങ്ങി ഓടും, ബാക്കിയുള്ളത് ഇത് തന്നെ തുടർച്ചയായിട്ട് കൊണ്ട് നടക്കും. യൂട്യൂബ് ചാനലുള്ളതാണ് ഒരു കുറ്റം എന്നാണ് അനിൽ മുഹമ്മദ് പറയുന്നത്. ഇയാൾ പിന്നെ എന്തിലിരുന്ന് വായ്ത്താളം അടിക്കുന്നത്? ഇയാളെ വായ്ത്താളം പിന്നെ യൂട്യൂബിലല്ല റോക്കറ്റിലിരുന്നാണോ? ഇയാൾ എന്തിനാ യൂട്യൂബ് തുടങ്ങി? ഇയാൾ ഇസ്ലാമിയനല്ലേ, ജോലി ചെയ്ത് ജീവിച്ചൂടെ? ഇയാൾ എന്തിനാ യൂട്യൂബ് തുടങ്ങി? യുക്തിവാദികൾ ചെയ്യുന്ന ഒരു പൊതുവെ ചെയ്യുന്ന ഒരു കാര്യമില്ല. ഈ പറയുന്ന യുക്തിവാദികൾ ഞാൻ പറയുന്നില്ല, നവനാസ്തികർ, അത് ഞാൻ സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ ഇസ്ലാമിയർ മെയിനായിട്ട് ചെയ്യുന്നത് മതം വേണ്ട എന്ന് ചിന്തിക്കുന്നിടത്ത് ആദ്യം അവർ ചെയ്യുന്നത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങും. അല്ല വേറെ എന്താ സൊല്യൂഷനും നിങ്ങളൊന്ന് പറഞ്ഞു ജീവിക്കാൻ വയ്ക്കും അവരെ? എവിടെയെങ്കിലും ഒരു വീട്ടിൽ വാടകയ്ക്ക് കിടക്കാൻ അവരെ സമ്മതിക്കൂ? എവിടെയെങ്കിലും അവർ മനസ്സ് സ്വസ്ഥതയോടെ ജീവിക്കാൻ നിങ്ങൾ അനുവദിക്കാറുണ്ടോ? കൂട്ടത്തിൽ ചേർക്കാറുണ്ടോ? ജസ്ലാം ആടശ്ശേരി ചെയ്ത തെറ്റ് ഫ്ലാഷ് മോബ് കളിച്ചു, ശരി, ബുക്ക് തുറന്നു വെച്ചു, അതിൻ്റെ വയസ്സിൻ്റെ ഒരു ഇത് കൊടുത്തിട്ട് അതിനൊരു കൺസിഡറേഷൻ കൊടുക്കാമെന്ന്. അതിൻ്റെ ഉമ്മായും അപ്പയും വിശ്വാസികളല്ലേ, അതിന് ചേർത്ത് പിടിക്കണമെന്ന് തോന്നിയോ? ഇന്നും ആക്രമണമാണ്. അവളെ ടൈം ലൈൻ പോയി നോക്കുക, അങ്ങ് തെറി മാമാവാ. എന്തിന് നിങ്ങളെ ഇസ്ലാം വളരൂ? സ്ത്രീയെ അവമാനിക്കുമ്പോൾ അതൊരു പെണ്ണല്ലേ, ഒരു പെൺകുട്ടിയല്ലേ, അതിനെങ്ങനെ അവമാനിക്കുമ്പോൾ നിങ്ങൾ ഇസ്ലാം വളർന്നങ്ങ് പന്തലിക്കൂ? അതിനകത്ത് നിന്ന് നിങ്ങളിലുള്ള വക്രീയത പൊതുസമൂഹം മനസ്സിലാക്കുക എന്നുള്ളതാണ് വസ്തുത. തെറ്റ് ചെയ്താൽ തെറ്റിന് തെറ്റ് എന്ന് പറയുന്നവനാണ് ശക്തൻ, അവനാണ് ഇസ്ലാം. സവാദ് ബസ്സിലിരുന്ന് കാണിച്ച തോന്നിവാസത്തിന് സപ്പോർട്ട് ചെയ്തത് ആരാണ്? അതേ സമയത്ത് അതേ മാസം തന്നെ മറ്റ് രണ്ടുപേരെ പിടിച്ചു, ഒരു ക്രിസ്ത്യാനിയെയും ഒരു ഹിന്ദുവിനെ, ഒരു BJP കാരനെ പിടിച്ച്. ഏതെങ്കിലും ഒരു BJP കാരൻ വന്നോ? ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി വന്നോ? ഇത്തരം വൈകൃതങ്ങളെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. നമ്മളെ കുട്ടികൾക്ക് നാളെ ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ജാതിമത വ്യത്യാസമന്യേ നമ്മൾ ഇതിനെതിരെ പൊരുതണമെന്ന് ബാക്കിയുള്ള മതസ്ഥർക്ക് ബോധം വന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് നിങ്ങൾ ഈ കാണുന്ന അവഹേളനം. കൃത്യമാണത്, അതിനകത്ത് ഒരു തർക്കവും ഇല്ല. പരസ്പര വെല്ലുവിളികൾക്കിടയിൽ മഴ ഉണ്ടാകുന്നതിനെ പറ്റി എന്തോ ഒരു ഇത് പറഞ്ഞിരുന്നു പുള്ളി. ആ ഡീറ്റെയിലിങ്ങിനോട് ചോദിച്ചപ്പോൾ പപ്പ. എന്നിട്ട് അനിൽ മുഹമ്മദിനെ കണ്ടത് പിന്നെ ജബ്ബാർ മാഷ് യൂട്യൂബിലിടാം എന്ന് പറഞ്ഞതാണ്. പിന്നെ ടൈം ഷെഡ്യൂളുണ്ട്, ഇത്ര സമയത്തിൽ കൂടുതൽ ഇവിടെ സമയം സംവദിക്കാൻ പറ്റത്തില്ല. അതിനെ സ്കോർ ചെയ്തുകൊണ്ട് 1 അല്ല 2 അല്ല 3 മണിക്കൂർ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം, നിങ്ങൾ പറഞ്ഞോളൂ എന്ന് പറഞ്ഞാൽ അയാളെ പോലെ ജോലിയും കൂലിയില്ല നടക്കുകയല്ല. പിന്നെ അനിൽ മുഹമ്മദ് പറഞ്ഞ മറ്റൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഇതുകൊണ്ടാണ് വരുമാനം. അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനായിരുന്നു, റിട്ടയറായി പെൻഷൻ വാങ്ങിക്കുന്ന മനുഷ്യനാണ്. യൂട്യൂബ് അല്ല അദ്ദേഹത്തിൻ്റെ വരുമാന മാർഗം. ആൻഡ് അതിൻ്റെ റവന്യൂ നിൻ്റെ റവന്യൂവിൻ്റെ 4 പോലും ഇല്ല. അതാ വ്യൂ നോക്കിയാൽ അറിയാം. ബോധമുള്ളവർ മാത്രം കാണുന്ന ഒരു ചാനലാണ് ജബ്ബാർ മാഷിൻ്റെത്. നിന്നെ കാണുന്നത് ഇതുപോലുള്ള അലവലാദികൾ, നീ പറയുന്ന വിഡ്ഢിത്തങ്ങളും പോഷത്തരങ്ങളും വിശ്വസിക്കുന്ന കുറേ തീവ്ര മെൻറ്റാലിറ്റി ഉള്ള വൃത്തികെട്ട ഇസ്ലാം മത നാമധാരികളായ കുറേ എണ്ണം. അങ്ങനെ കാണുന്ന അവരൊന്നുമല്ല, ബോധമുള്ളവർ, എന്താണ് റിയാലിറ്റി എന്ന് അറിയേണ്ടവർ. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിന്നോടൊന്നും പറയുന്നതിനേക്കാൾ ഭേദം ഞാനത് യൂട്യൂബിലിടുന്നതാണ്. വന്നതോ വന്നു, കാര്യം പറയുന്നത് ഞാൻ പറഞ്ഞു പോയി. അതിൻ്റെ ഇടയ്ക്ക് ഒരുത്തം ചെറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്ന് പറഞ്ഞു ഡിലീറ്റ് ചെയ്തോ ഇല്ലയോ? എന്ത് സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻസ് ആണ് ഒരാളോട് ചോദിക്കുന്ന, ഒരു വ്യക്തിയോട് ചോദിക്കുന്ന. ഒരു മിനിമം യോഗ്യത ഉള്ള ഒരുത്തനാണെങ്കിലും വേണ്ടി എന്തൊക്കെ ചോദ്യങ്ങൾ. പക്ഷെ സ്ട്രോങ് ആയി നിന്ന് ആദ്യമായിട്ട് തന്നെയാണ് പുള്ളി ഇത്ര റൈസായിട്ട് സംസാരിക്കുന്നത് ഞാൻ കാണുന്നത്. അതിൽ പുള്ളിയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മൾക്ക് കോമൺ സെൻസ് എന്ന് പറയുന്നത് ഒരു ബ്ലെസ്സിങ് ആണ് നമ്മൾ തെറ്റിദ്ധരിക്കും, ഒരിക്കലുമല്ല. ഈ വൃത്തികെട്ട സമൂഹത്തിൽ കോമൺ സെൻസ് എന്ന് പറയുന്നത് ഒരു ബേർഡനാണ്, അതുണ്ടാകരുത്. ഒരു സാമാന്യ ബോധമുള്ള മനുഷ്യനിക്ക് ഇത്തരം പേക്കൂത്തുകൾ കാണിക്കുമ്പോൾ ചിരിക്കാൻ തോന്നും. കൊച്ചുങ്ങളുടെ കവിളിൽ കുത്തി ഇറങ്ങും ശൂലം, എന്നിട്ട് ഇറങ്ങി അതെന്തരാ നേർച്ചയാണ്, ദൈവം അങ്ങ് മറയ്ക്കുന്നു. ദേഹത്തെ എവിടെ നമ്മൾ അങ്ങനെ ഒരു മുറിവ് ഉണ്ടാക്കി കഴിയുമ്പോൾ മുറിവ് കൂടും, ആ ചെറിയ ഡോട്ട് മാത്രം അവിടെ ഉണ്ടാകും. അതും മാറ്റാൻ ഇപ്പം മെഡിസിൻ ഉണ്ട്. ദൈവത്തിൻ്റെ കഴിയാണെന്നാണ് പറയുന്നത്. ഓരോ രീതിയിൽ, അതായത് ആ കുട്ടീനെ ഉപദ്രവിക്കുന്ന രീതി കണ്ടോ. നീ ഇതിൻ്റെയൊക്കെ സുനാ പിടിച്ചു വെച്ച് കെട്ടു. ദൈവം പൂർണ്ണനാണ്, എല്ലാം തികഞ്ഞ് അയക്കുന്നവൻ ഈ സുനാ വെട്ടാൻ മറന്നുപോയി, അതുകൊണ്ട് ഇവരതങ്ങോട്ട് വെട്ടും. ഇതൊക്കെ കാണുമ്പോഴേ കോമൺ സെൻസ് ഉള്ളവർ വല്ലതും പറയും. പിന്നെ മറ്റേ മോശം വേർഡുകളൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് അദ്ദേഹം കൃത്യമായി ആ വേർഡ് പറഞ്ഞില്ല. എന്താ, മഹറിനെ യോനികൂലി എന്നാണ് യുക്തിവാദികൾ അല്ലെങ്കിൽ ഈ നാസ്തികർ പറയുന്നത്. ആയിരിക്കാം, എനിക്കങ്ങനെ ഫീലിംഗ് ഇല്ല. ഒരു പക്ഷേ അന്നത്തെ കാലഘട്ടത്തിലുള്ള ഒരു മുന്നേറ്റമായിരിക്കാം. സ്ത്രീയെ ഫിനാൻഷ്യലി സൗണ്ട് ആക്കിക്കൊണ്ട് അല്ലെങ്കിൽ സ്ത്രീയെ പൊറുപ്പിക്കാൻ കഴിവുള്ളവൻ വിവാഹം കഴിച്ചാൽ മതി എന്നുള്ള ഒരു രീതിക്കായിരിക്കും അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കിക്കൊണ്ടുവന്നെന്ന് വിശ്വസിക്കാനാണ് എനിക്കിപ്പോഴും ഇഷ്ടം. അത് തന്നെയാണ് എപ്പോഴും ഞാൻ താല്പര്യപ്പെടുന്നത്.
പക്ഷെ അതിനെ ഈ രീതിയിൽ അവഹേളിക്കുന്നു. അപ്പിക്കുപ്പായം എന്ന് പറയും ഡ്രസ്സിന്. സൂറാബി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ആയത്തില്ലെന്ന്. വേറൊരിടത്ത് എടുത്തു വെച്ചിട്ട് അങ്ങനെ ഒരു ആയത്തുണ്ടെന്ന് കാണിക്കുന്നു. അല്ലെ, നിങ്ങൾക്ക് ഈ മറച്ച് നടക്കാനും മറപ്പിക്കാനും എന്താ എത്ര വെപ്രാളം? അതിനകത്ത് ആ ആയത്തിനകത്ത് കൃത്യമായി പറയുന്ന ഒരു കാര്യമാണ്. എന്താണ്? നിങ്ങൾ മറച്ച് നടക്കണം. നിങ്ങളെ സെക്ഷൽ അബ്യൂസ് ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളെ അത് പ്രൊട്ടക്റ്റ് ചെയ്യും. അതായിരുന്നു അന്നത്തെ കാലത്തെ ചിന്താഗതി. ഇന്നത്തെ ചിന്താഗതി അങ്ങനെയല്ല. നീ മറച്ച് നടന്നാലേ നീ രക്ഷപ്പെടുമെന്നല്ല, നീ എങ്ങനെ നടന്നാലും നിന്നെ തുടരുത്. അങ്ങനെയുള്ള ശക്തമായ നിയമങ്ങൾ കൊണ്ടുവരണം. ആ മൈൻഡ് സെറ്റിലുള്ള മനുഷ്യരെ വളർത്തിയെടുക്കണം. അടുത്ത തലമുറക്കെങ്കിലും പറഞ്ഞു കൊടുക്കണം, അത് സഹജീവിയാണ്, നിന്റെ സെക്സ് ടോയി അല്ല. അങ്ങനെയാണ് മാറേണ്ടത്, അങ്ങനെയാണ് മാറ്റം വരേണ്ടത്. 1500 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു മനുഷ്യന്റെ ബോധ നിലവാരത്തിലുള്ള ബുദ്ധിയിൽ അതാണുണ്ടെങ്കിൽ അതങ്ങോട്ട് പറഞ്ഞു. ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. നോർത്ത് സൈഡിലെ ഹിന്ദുമത വിശ്വാസികളും തലയിൽ തട്ടോ ഇട്ടങ്ങ് മൂടി മറച്ചുകൊണ്ട് നടക്കും. ഗോത്രീയ തലയിൽ കയറുന്നവരാണ് അത് പറയുന്നത്. നീ മറയ്ക്കപ്പെടേണ്ടവർ, നിന്നെ കണ്ട ഉടനെ ചെയ്യണമെന്ന് തോന്നുന്ന ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ ജീവിക്കുക എന്ന് പറയുന്നത് ഒരു പെണ്ണിനെ സംബന്ധിച്ച് ഏറ്റവും വൃത്തികെട്ട ഒരു സംഗതിയാണ്. ഈ രീതിയിലൊക്കെ അവഹേളനങ്ങളും അത്രയധികം മോശപ്പെട്ട ഇതും അധിക്ഷേപങ്ങളും ഒക്കെ സഹിച്ചിട്ട് ഈ മതവിശ്വാസത്തിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന പെൺകുട്ടികളെ ഇനിയും കുത്തി നോവിക്കാൻ വേണ്ടി ഓരോ വിമർശനങ്ങളും സംവാദനങ്ങളും കൊണ്ട് ഇറങ്ങിക്കൊള്ളു. ജബ്ബാർ മാഷിൻ്റെ മക്കളെ സുന്നത്ത് ചെയ്തിട്ടില്ല, മകനെ സുന്നത്ത് ചെയ്തിട്ടില്ല. അദ്ദേഹം വാക്കുകൾ പറയുക മാത്രമല്ല പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. കൃത്യമാണ്, അല്ലാതെ വിടുവായത്തരം പറയല്ല. അയ്യൂബിനെ പോലെയല്ല, ഇന്ന് എനിക്ക് യുക്തിവാദം, നാളെ എനിക്ക് ഇസ്ലാം വാദം, അങ്ങനെയല്ല. നിലപാടിൽ ഉറച്ചു കേൾക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് ഇങ്ങനൊരു സംവാദം നടത്തുമ്പോൾ കിട്ടുന്ന റീച്ച്, അതിൽ കൂടെ കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് ആണ് അയ്യൂബിൻ്റെ ലക്ഷ്യം. മാഷിന് അങ്ങനെ ഒരു വിഷയമില്ല, മാഷ് അങ്ങനെ ചിന്തിക്കുന്ന പോലുമില്ല. യൂട്യൂബ് ചാനൽ വളർത്താനാണ്. ആ യൂട്യൂബ് ചാനൽ ഉള്ളത് കൊണ്ടല്ലേ കാര്യങ്ങൾ ആളുകൾ അറിഞ്ഞത്, അല്ലെങ്കിൽ അറിയുമോ ഈ വക്രീയത? സോ ദാറ്റ് ഈസ് ദ പോയിന്റ്. ഈ ഒരു വിഷയത്തിൽ സംവാദം സൂപ്പറായിരുന്നു. ആര് തോറ്റു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ പറഞ്ഞ സംഘാടകർ തോറ്റു എന്നാണ് എനിക്ക് മനസ്സിലായിട്ടത്. രണ്ട് വിഭാഗവും തമ്മിൽ പൊരിഞ്ഞ യുദ്ധം, സംഘാടകർ 8 നിലയിൽ പൊളിഞ്ഞു. അതാണ് എനിക്ക് മനസ്സിലായത്. ജബ്ബാർ മാഷ് സ്കോർ ചെയ്തു. അതിപ്പോൾ എനിക്ക് യുക്തിവാദം ഉള്ളതുകൊണ്ടാണെന്നല്ല, കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. കോമൺ സെൻസ് അനിവാര്യമാണ്. കോമൺ സെൻസ് ഇല്ലാത്തവർക്ക് അത് മനസ്സിലാകത്തില്ല, അല്ലാത്തവർക്ക് അത് പിടികിട്ടത്തില്ല. കോമൺ സെൻസ് ഇൻഡീഡ് കേട്ടോ. അപ്പോൾ അത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഈ ഒരു വിമർശനത്തിനെ പറ്റി ഉള്ള ഡിസ്കഷൻ ഇപ്പം ഞാൻ എടുക്കാനുള്ള കാര്യം, ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇതിനെപ്പറ്റി ഒരു ഭയങ്കര തീവ്രമായ കുലംകുഷിതമായ ഒരു ചർച്ച വന്നിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു കാര്യം എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയണമെന്ന് തോന്നി പറഞ്ഞത്. ദഹിക്കുന്നവർക്കേ ദഹിക്കുള്ളൂ, എല്ലാവർക്കും ദഹിക്കണമെന്നില്ല. ഞാൻ പറഞ്ഞ പോയിന്റ്സൊക്കെ കൃത്യമായി എവിഡൻസ് വെച്ചിട്ടാണ്. ഏറ്റവും കൂടുതൽ ഇസ്ലാമിയരാണ് ജയിലിൽ കിടക്കുന്നത്, ഏറ്റവും കൂടുതൽ ഗോൾഡ് കടത്തുന്നത് ഇസ്ലാമിയരാണ്, ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നത് ഇസ്ലാം മത ഇതിനകത്താണ്, ഏറ്റവും അധികം അച്ഛനില്ലാത്ത മക്കളെ വളർത്തുന്നതും ഇസ്ലാം പെൺകുട്ടികൾ തന്നെയാണ്. ശോചനീയം എന്നാണ്. ഈ അവസ്ഥകളൊക്കെ മാറ്റാനും മുന്നോട്ട് കൊണ്ടുവരാനും സ്ത്രീകളെ ശാക്തീകരിക്കാനും ശ്രമിക്കുന്നതിന് പകരം അടിച്ചമർത്താനും അടിമകളാക്കി അവരെ വെക്കാനും ശ്രമിക്കുന്നിടത്ത് ഇസ്ലാം ഇനിയും താഴോട്ട് തന്നെയാണ്. നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോടി, ഇസ്ലാം പടവലങ്ങ പോലെ മേലോട്ട് വളരണമെന്ന് പറയരുത്. പടവലങ്ങ താഴോട്ടാണ് വളരുന്നത്, മേലോട്ട് വളരാറില്ല. ഉത്തരബോധമെങ്കിലും ഉണ്ടാവുക എന്നുള്ളതാണ്. അനിൽ മുഹമ്മദിനെ പോലുള്ള സ്ത്രീ വിരോധികളായ നികൃഷ്ട ജന്മങ്ങൾക്ക് ഇതുപോലെയൊക്കെ പ്രവർത്തിക്കാനാവും. അവനെപ്പോലുള്ള ഒരു വൃത്തികെട്ടവൻ്റെ ചാനൽ സബ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. ആ നാറി പറയുന്നതല്ല സത്യം. അത് ഒരു 3 മണിക്കൂറോളം വരുന്ന ഒരു ലൈവാണ്. അത് പോയി കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. വേണമെങ്കിൽ പോയിന്റ് ഔട്ട് ചെയ്ത് ഇന്നയിടത്തെന്ന് കൃത്യമായി പറയാം. ഏതോ ഒരു കോണിൽ, ഏതോ ഒരു മൂലയിൽ ഒരു സംഗതി മാത്രം എടുത്ത് വെച്ചിട്ട് കിക്കി എന്ന് കിണിച്ചുകൊണ്ട് അവഹേളന രൂപേണ പറയുമ്പോൾ ഇവനെ എടുത്തു വെച്ച് അർമാദിക്കാൻ മറ്റവർ അപ്പുറത്ത് തയ്യാറായി നിൽക്കും. അപ്പുറത്തും ഒരു സംഘമുണ്ടല്ലോ. അപ്പോൾ അവർ ഒന്നുകൂടെ എടുത്തു വെച്ച് ഇസ്ലാമിനെ അവഹേളിക്കും എന്നതിനപ്പുറം ഇത്തരം അനിൽ മുഹമ്മദ്മാരെ കൊണ്ട് നഷ്ടമല്ലാതെ ഇസ്ലാമിന് മറ്റൊരു ലാഭവും ഉണ്ടാവത്തില്ല. അവൻ എന്താണെന്ന് അവന് പോലും അറിയാൻ വയ്യാത്തൊരു മരക്കഴുത എന്തൊക്കെയാണ് 2 പെമ്മക്കളുടെ അച്ഛനാണെന്ന് പറയുന്നത്. പെമ്മക്കളുള്ളവനാണ് ഇരുന്ന പെണ്ണുങ്ങളെ അമരാവതിക്കുന്നത്. എത്ര വീഡിയോ ഉണ്ടെന്ന് അത് കണ്ടു സൂഹിക്കുന്നവർക്കാണ് അനുഭവിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. അവനവൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഇവൻ ഇതേ മൈക്കും എടുത്തുകൊണ്ട് ഇറങ്ങും. യൂട്യൂബ് കൊണ്ട് തിന്നുന്ന, യൂട്യൂബ് വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരുത്തൻ മറ്റൊരു യൂട്യൂബറെ കലിയാക്കുന്നു. അദ്ദേഹത്തിന് യൂട്യൂബ് മാത്രമല്ല വരുമാനം, അദ്ദേഹം ഒരു മാഷാണ്, റിട്ടയറായ മാഷ്. അദ്ദേഹത്തിന് പെൻഷനും ഉണ്ട്.
പറയുമ്പോൾ എന്തെങ്കിലും അങ്ങ് ഉന്തി മറിച്ച് തള്ളി അങ്ങോട്ട് ഇടുക. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. തൽക്കാലം ഇത്രയേ ഉള്ളൂ. വീണ്ടും കാണാം.